നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളാണ്. അത് നമുക്ക് നിശ്ചയമായിട്ടും അറിയണം. ആ ഒരു എനർജിയോടുകൂടി തന്നെ ഇവരെയൊക്കെ കണ്ടതുപോലെ ആ ഒരു എനർജിയോടുകൂടി തന്നെ ഉമാ തോമസ് എംഎൽഎ മടങ്ങിയെത്താൻ നമ്മളും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നതാണ്. ഒരു ദിവസം കൂടി തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരട്ടെ എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. ഇന്നലെയാണ് വെന്റിലേറ്ററിൽ നിന്ന് ICUവിലേക്ക് മാറ്റിയത്. ഒരു ദിവസം കൂടി അവിടെ തുടരട്ടെ എന്ന തീരുമാനം. അതായത് വളരെ വേഗം, അതിവേഗം എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നാണ്. തിയോഫിനിലേക്ക് പോകാം. തിയോഫിൻ, വളരെ ആശ്വാസത്തോടുകൂടി നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശങ്ക നിലനിന്നിരുന്നെങ്കിലും 24 മണിക്കൂർ കഴിഞ്ഞേ പറയാൻ കഴിയൂ, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയുമെന്നുള്ള സംഗതികളൊക്കെ വന്നപ്പോൾ നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന കഴിഞ്ഞ 2 ദിവസത്തിൻ്റെയും ഇന്ന് ആശുപത്രി വൃത്തങ്ങൾ ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം എന്താണ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ? അന്ന, കാവ്യ, ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു. ആശാവഹമായ പുരോഗതി ഉണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഇന്നലെ വളരെ പോസിറ്റീവായ വാർത്തകളാണ് ലഭ്യമായത്. വെന്റിലേറ്ററിൽ നിന്നും ഉമാ തോമസ് എംഎൽഎ മാറ്റി, പക്ഷേ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരാം എന്നതാണ് മെഡിക്കൽ ബോർഡിന്റെ ഒരു തീരുമാനം. അത് ഇന്നും നാളെയും കൂടി തുടരട്ടെ എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. പക്ഷേ വളരെ വേഗം തന്നെ ICUവിൽ നിന്നുകൂടി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത്. ഇന്നലെ അതോടൊപ്പം തന്നെ ഉമാ തോമസ് എംഎൽഎ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത് കൂടി പുറത്തു വന്നു. മക്കൾക്ക് വേണ്ടി എഴുതിയ കത്ത്, മക്കളോട് എഴുതിയ കത്താണ് പറയാനുള്ളത്. അത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നതിന് മുൻപ് തന്നെ എഴുതിയിരുന്നു. വീട്ടിലെ, കാരണം അവരുടെ വീടിൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി വാടക വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ആ വീടിൻ്റെ ചില മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റകുറ്റപ്പണികൾ തീർത്ത ശേഷം ആ വീട്ടിലേക്ക് മാറാൻ ഒരുങ്ങിയിരിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പണി നടക്കുന്ന വീട്ടിലെ സാധനങ്ങളൊക്കെ വാരിക്കൂട്ടണം എന്നൊരു വാക്കാണ് നമുക്ക് ആ കത്തിൽ കാണാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് MLA ആവശ്യപ്പെട്ടത്. അതോടൊപ്പം ഇപ്പോൾ ഡോക്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ. ഇന്നെന്തായാലും ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട ബ്രീഫിംഗ് ഇല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാളെ ഒരുപക്ഷെ ICUവിൽ നിന്ന് മാറ്റാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ അപകടത്തിൽ ഒരു കേസുണ്ട്. വിശദമായ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സംഘാടകർക്കെതിരെ കേസുണ്ട്, സാമ്പത്തിക തട്ടിപ്പിന് കേസുണ്ട്. ഈ സാമ്പത്തിക തട്ടിപ്പ് കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗിന്നസ് അധികൃതരോട് വിശദീകരണം ചോദിക്കാൻ ഉള്ള ഒരു ഒരുക്കത്തിലാണ് പോലീസ്. കാരണം ഗിന്നസ് അധികൃതരോട് കത്തെഴുതി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കരാർ ഈ സംഘാടകരുമായി ഉണ്ടാക്കിയിട്ടുണ്ടോ, ഏത് നിലയിലാണ് അതിൻ്റെ കാര്യങ്ങൾ, സാമ്പത്തിക വിഷയം അതിനകത്തുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് കത്ത് അയക്കാനുള്ള ഒരു തീരുമാനം കൊച്ചി സിറ്റി പോലീസിനുണ്ട്. അത് വൈകാതെ ഉണ്ടാകും. കത്തിൻ്റെ മറുപടി കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ അത് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സംഘാടകർക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ്. 2 കേസുണ്ട്. അപകടമുണ്ടായ സാഹചര്യത്തിൽ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കേസുണ്ട്. അതോടൊപ്പം നിരവധി പേരിൽ നിന്നും 12,000-ഓളം കുട്ടികളിൽ നിന്നും പിരിവ് നടത്തിയിട്ടുണ്ട്, പണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് ഇതിൽ നടന്നിട്ടുണ്ടെന്ന് ആരോപണം ഉയർന്ന കൂടി സാഹചര്യത്തിലാണ് സാമ്പത്തിക തട്ടിപ്പ് കേസ് കൂടി ഇതിൽ വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും സമാന്തരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. തുടർ നടപടികൾ വൈകാതെ തന്നെ ഉണ്ടാകും. കൂടുതൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. കൂടുതൽ പേർ പരാതിയുമായി വരികയാണെങ്കിൽ ആ കേസ് ഒന്നുകൂടി ശക്തമാവുകയും ചെയ്യും.